ഓൺലൈൻ മാധ്യമങ്ങളുടെ വരവോടെ വാർത്തകൾ വേഗത്തിലും കൃത്യമായി എത്തിക്കുന്നതിൽ മഹത്തായ പങ്കാണ് നിർവഹിക്കുന്നതെന്ന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനവർ സാദത്ത് അഭിപ്രായപ്പെട്ടു. ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഒമാക് ആറാമത്തെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഓമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ വാർത്തകൾ നിമിഷനേരം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ നിർണായക പങ്കാണ് നിർവഹിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുസമൂഹം മാതൃകയാകണം. വെറും വാർത്താവിതരണം എന്നതിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറാൻ ഇത്തരം മാധ്യമ കൂട്ടായ്മകൾക്ക് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രാദേശികമായി നടക്കുന്ന പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ശേഖരിക്കുകയും ചെയ്ത വാർത്തകളായിരിക്കും പല മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ കഴിയാറുള്ളത്. ഒരുപക്ഷെ നമ്മളുടെ റിപ്പോർട്ടർമാർ ചെയ്ത അതേ രീതിയിൽ തന്നെയും കാണാറുണ്ട്. ഏതായാലും നമ്മുടെ ഓൺലൈൻ മീഡിയയുടെ വരവോടുകൂടി തന്നെ വളരെ വേഗത്തിലും കൃത്യതയിലും വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത നമുക്ക് മുൻപുള്ള എല്ലാ യോഗങ്ങളിലും വന്ന ആളുകൾ, പൊതുമേഖലയിൽ ഇടപെടുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഹല സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ വർഷം നിങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടി പല പ്രവർത്തനങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളോട് കൂടെ ഒത്തുചേർന്ന് ഇനിയും പല പദ്ധതികളും നമുക്ക് ആസൂത്രണം ചെയ്യാൻ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓമശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുല്ല ഓമശ്ശേരി, ഷമ്മാസ് കത്തറമ്മൽ, തൗഫീഖ് പനാമ, സത്താർ പുറായിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ പറഞ്ഞ മുനവറും അതുപോലെ തന്നെ അബ്ദുള്ളക്കാക്ക പറഞ്ഞ ആ കാര്യത്തിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് സത്യസന്ധമായ വാർത്തകൾ അതാത് സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് നമുക്ക് ഇതിലുള്ളത്. അതിന് നമ്മൾ നമ്മുടെ സമയവും സമ്പത്തും ചെലവഴിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ആളോടും അതുപോലെ തന്നെ അബ്ദുള്ളക്കാരൊക്കെ പറയാനുള്ളത്, ഞങ്ങളൊന്നും ഇതിന് സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടിയിട്ടല്ല ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. 2026 മുതൽ 27 വരെ വർഷത്തെ ഭാരവാഹികളായി തിരഞ്ഞെടുപ്പിൽ ഹബീബിയെ പ്രസിഡന്റായും, ഷമ്മാസ് കത്തറമ്മലിനെ സെക്രട്ടറിയായും, തൗഫീഖ് പനാമയെ ട്രഷററായും, സഹല ശശററായും സഹല സലാഹുദ്ദീൻ, പ്രകാശ് മുക്കം, റാഫി മാനിപുരം, ബഷീർ PJ, അർഷാദ്, ഇബ്രാഹിം കാരാട്ട്, ഹാരിസ്, പ്രതീഷ് ഉദയൻ എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. വരും വർഷങ്ങളിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമത്തിനും നിയമപരമായ അവബോധത്തിനുമായി വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ കമ്മിറ്റി തീരുമാനിച്ചു. സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭാരവാഹികൾക്ക് ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക സ്നേഹോപഹാരങ്ങളും നൽകി. വിപുലമായ സംഘടനാ ചർച്ചകളോടെ നടന്ന സമ്മേളനം സുഭിക്ഷമായ ഉച്ചഭക്ഷണത്തോടെ സമാപിച്ചു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.